3000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയൊരു വ്യക്തിയുടെ ശബ്ദം പുനർസൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമോ? 2019 യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടനിലെ ലീഡ് സിറ്റി മ്യൂസിയത്തിൽ ഒരു കൂട്ടം ഗവേഷകർ ഇങ്ങനെയൊരു പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ ലക്ഷ്യം ഇതായിരുന്നു. അവരുടെ കയ്യിലൊരു മമ്മിയുണ്ട്. ഈ മമ്മി 3000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ഷ്യൻ ഫറോ ആയിട്ടുള്ള റമീസസ് 11ൻ്റെ പ്രീസ്റ്റ് ആയിട്ടുള്ള നെസിമണിൻ്റേതായിരുന്നു. അപ്പോൾ മരിച്ച് മണ്ണടിഞ്ഞ് ഒരുപാട് പൊടിയൊക്കെ ചേർന്ന് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നൊരു മമ്മിയാണ്. ആ മമ്മിയുടെ ത്രോട്ടുണ്ടല്ലോ, തൊണ്ടയിലുള്ള ആ ഒരു സ്ട്രക്ചറിനെ കൃത്യമായിട്ട് അതിൻ്റെ വേരിയേഷൻസ് വരെ 3D സ്കാനിങ് ചെയ്തതിന് ശേഷം ആ വ്യക്തിയുടെ സ്വനപേടകം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ എക്സാക്റ്റ് ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് മോൾഡ് ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ വായു കടത്തിവിട്ടതിന് ശേഷം ആ വ്യക്തി 3000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് സംസാരിച്ചിരുന്നത് എന്നതിനെ ഒന്ന് പുനർസൃഷ്ടിക്കാനുള്ള ശ്രമം ഗവേഷകർ നടത്തി. ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ആ വായു കടത്തിവിടലിലൂടെ ആ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ശബ്ദമാണ് പുറമേ കേൾക്കാൻ സാധിച്ചത്. സത്യത്തിൽ അത് ആ വ്യക്തിയുടെ ശബ്ദമാണോ അതോ അയാളുടെ ആത്മാവാണോ? രണ്ടുമല്ല. എങ്ങനെയായിരുന്നു ആ വ്യക്തി ശബ്ദം ഉണ്ടാക്കിയിരുന്നത് അതേ പാറ്റേണിലുള്ള ശബ്ദം പുനർസൃഷ്ടിക്കാനുള്ളൊരു ടെക്നോളജിയാണ് അവിടെ പ്രധാനമായിട്ടും ഗവേഷകർ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയാം, അതും ഫിസിക്സിൻ്റെ സഹായത്തോടെ. പക്ഷേ ആ ഒരു ചെറിയ ശബ്ദം പുതിയൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഉണർത്തുന്നുണ്ട്. പഴയ കാലത്തിലുള്ള ശബ്ദങ്ങളെ ഇത്തരത്തിൽ പുനർസൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ സൃഷ്ടിക്കപ്പെട്ടിരുന്ന എല്ലാ ശബ്ദങ്ങളും പല ഭാഗത്തേക്ക് ചിന്നിത്തെറിച്ച് വലിഞ്ഞു മുറുകി മറഞ്ഞിരിക്കുകയല്ലേ? അതിനെയൊക്കെ തന്നെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ? ശാസ്ത്രത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഫാക്റ്റുകളും കണ്ടെത്തലുകളും നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളുമായിട്ടുള്ളൊരു വലിയ സീരീസാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഫസ്റ്റ് എപ്പിസോഡ്, ദ മിസ്റ്ററി ഓഫ് സൗണ്ട്. ഓക്കെ, നെസിമണിൻ്റെ ശബ്ദം പുനർസൃഷ്ടിച്ചതിനും ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറഞ്ഞുപോയ മറ്റൊരു വ്യക്തി ഉണ്ടാക്കിയ ശബ്ദത്തെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. 1860കളിൽ പാരീസിലെ ഒരു വ്യക്തിയായിട്ടുള്ള സ്കോട്ട് ഡി മാർട്ടിവില്ലെ എന്ന് പറയുന്ന ഒരാൾ ഒരു പുതിയ ഉപകരണം ഉണ്ടാക്കി. ഒരു പ്രത്യേക രീതിയിൽ കൊമ്പ് പോലെ തോന്നുന്ന, ഒരു സൈഡ് ചെറുതും മറ്റേ സൈഡ് വലുതുമായിട്ടുള്ളൊരു രൂപത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പേപ്പറിൽ കാർബൺ പറ്റിച്ച ഒരു ഷീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ കൊണ്ട്, അക്കാലത്ത് പ്രമുഖമായിട്ട് പാട്ട് പാടുന്ന ഒരു സ്ത്രീയെ കൊണ്ട് ഈ ഒരു ഹോണിൻ്റെ ഉള്ളിലേക്ക് പാട്ട് പാടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതേസമയം ഈ ശബ്ദം കടന്നു വരുന്ന ചെറിയ ഭാഗത്തിൻ്റെ ടിപ്പിൽ ഒരു സൂചി പോലത്തെ വസ്തു വെച്ചതിന് ശേഷം ശബ്ദത്തിൻ്റെ വേരിയേഷൻസ് കോറിയിടുന്ന രീതിയിൽ ലൈൻസ് വരാൻ വേണ്ടി ഇതിങ്ങനെ കറക്കി കൊടുത്തു. അപ്പോൾ കറക്കുമ്പോൾ ഈ കാർബൺ പേപ്പറിൽ അല്ലെങ്കിൽ ഈ കരി പുരട്ടിയ പേപ്പറിൽ പലതരത്തിലുള്ള ലൈൻസുകൾ രൂപപ്പെടാൻ തുടങ്ങി. ഒരു വ്യക്തി പാട്ട് പാടുമ്പോൾ അയാളുടെ ശബ്ദത്തിൻ്റെ പ്രകമ്പനങ്ങൾ ആ ലൈൻസിൽ വേരിയേഷൻ ഉണ്ടാക്കിയെന്ന് പറയാം. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ളൊരു വിഷ്വൽ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഉപകരണത്തിൻ്റെ പേരായിരുന്നു ഫോണാട്ടോഗ്രാം എന്ന് പറയുന്നത്. ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, പക്ഷേ അത് പ്ലേ ബാക്ക് ചെയ്ത് തിരിച്ച് കേൾക്കാനുള്ളൊരു സംവിധാനം അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം 1 നൂറ്റാണ്ടിലധികം നിശബ്ദമായ പേപ്പറുകൾ ചരിത്രത്തിൻ്റെ താളിൽ അങ്ങനെ കിടന്നു. പക്ഷേ 2008 ഒരു കൂട്ടം ഗവേഷകർ ഇത് കണ്ടെത്തി ഈ പേപ്പറിലുള്ള ആ ലൈൻസിൻ്റെ വേരിയേഷൻ സ്കാൻ ചെയ്തിട്ട് തിരിച്ച് ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള ശബ്ദം എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുകയും അത്തരത്തിലുള്ളൊരു ഏകദേശ ശബ്ദം ഉണ്ടാക്കി അത് പ്ലേ ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് ഒരു ഫ്രെജൈലായിട്ടുള്ളൊരു ഫീമെയിൽ വോയിസാണ് കേട്ടത്. ആ പാട്ട് ഓ ക്ലെയർ ഡി ലാ ലൂണ എന്ന് പറയുന്ന ലൈൻസിൽ തുടങ്ങുന്ന അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ശബ്ദമായിരുന്നു. വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള പോപ്സുകളും ഹിസ്സുകളും ചേർന്ന വളരെ പതിഞ്ഞൊരു ശബ്ദം. പക്ഷേ ആ ശബ്ദം ജീവനുള്ളൊരു വ്യക്തിയുടെ ശബ്ദത്തിൻ്റെ റീക്രിയേഷനായിരുന്നു. ദ ഓൾഡസ്റ്റ് ഹ്യൂമൻ സൗണ്ട് എവർ ഹേർഡ്. ശബ്ദം എന്ന് പറയുന്നത് ഒരു തവണ പിടിച്ചെടുക്കപ്പെട്ടാൽ അതിനെ മായ്ച്ചു കളയുക എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ആദ്യം സംസാരിച്ച മമ്മിയുടെ കാര്യമായാലും ഈ പറയുന്ന പാട്ടിൻ്റെ കാര്യമായാലും ശബ്ദം എന്ന് പറയുന്നത് ടെമ്പററി ഉണ്ടായിട്ട് മാഞ്ഞു പോകുന്നൊരു കാര്യമേ അല്ല. അതൊരു ആർക്കിടെക്ചറാണ്. പദാർത്ഥത്തിൽ കാർവ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു കാര്യം. കൃത്യമായ രീതിയിലുള്ള ഉപകരണങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ റിക്കവർ ചെയ്യാനും അതിനെ വീണ്ടും ലൈവായിട്ട് കേൾക്കാനും സാധിക്കുമെന്ന് ഈ 2 സംഭവങ്ങളും തെളിയിക്കുന്നുണ്ട്. ക്ലാപ്പിംഗ്. വൈ ഡു വി ക്ലാപ്പ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ ഞാൻ വളരെയധികം റിസർച്ച് നടത്താൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. കാരണം കൈ കൊട്ടൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ സിമ്പലായി മാറിയത്? സാധാരണഗതിയിൽ ഒരു വ്യക്തി മാത്രം ഇരുന്ന് കൈയടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അയാളെ നോക്കും. പക്ഷേ ഒരു കൂട്ടത്തിനുള്ളിൽ അപ്രീസിയേഷൻ, അംഗീകാരം കൂടാഞ്ഞിട്ട് എല്ലാവരുടെയും പോസിറ്റീവായിട്ടുള്ള
അപ്രോച്ച്, പ്രോത്സാഹനം, കൂടുതൽ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ആക്റ്റാണ് കയ്യടി എന്ന് പറയുന്നത്. ഇത് എല്ലാവരും പല രീതിയിൽ കൈയടിച്ചാലും, ഒരു പ്രത്യേക രീതിയിൽ ആർമി ചിട്ടയോടുകൂടി കൈയടിച്ചാലും, ഈ കയ്യടിയിലൂടെ പുറത്തു വരുന്ന ശബ്ദത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു രീതിയിലുമുള്ള ശബ്ദത്തിന് കഴിയില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് നോൺ വോക്കലി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേയിൽ ശബ്ദം ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയാണ് കൈകൊട്ടുക. നമ്മുടെ രണ്ട് കൈകളും കൊട്ടുന്ന സമയത്ത് ഈ കൈക്കിടയിലുള്ള വായു തന്മാത്രകളെ നമ്മൾ അതിശക്തമായിട്ട് സ്ക്യൂസ് ചെയ്യുകയും, ഇത്തരത്തിൽ സ്ക്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ വായു തന്മാത്രകൾ വളരെയധികം മർദ്ദം ചെലുത്തുകയും അല്ലെങ്കിൽ പ്രഷർ ചെലുത്തുകയും ചെയ്തുകൊണ്ടാണ് അന്തരീക്ഷത്തിലൂടെ സെക്കൻഡിൽ 343 മീറ്റർ എന്ന് പറയുന്ന വേഗതയിൽ ശബ്ദം പോകുന്നത്. പക്ഷേ ഈ ശബ്ദം സഞ്ചരിച്ച് ഏതെങ്കിലും ഭിത്തിയിൽ ചെന്നിടിക്കുകയോ, ഓപ്പൺ സ്പേസ് ആണെങ്കിൽ വായുവിലൂടെ ഇങ്ങനെ പോയിട്ട് വായുവിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്രത്യക്ഷമാവുന്നുണ്ടോ? എനർജി എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അത് ചുറ്റുപാടുമുള്ള ശബ്ദത്തോടും മറ്റു രൂപത്തോടും മറ്റ് എനർജിയോടും ഡിസോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രകമ്പനങ്ങളും ഏത് തരത്തിലുള്ള വൈബ്രേഷനും ഒക്കെ തന്നെ സം ഫോം ഓഫ് എനർജിയാണ്. ഈ എനർജിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് സ്പേസ് എന്ന് പറയുന്നത് ഹീറ്റാണ്, അതായത് ചൂടായിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിൽ അടിപൊളിയായിട്ട് നമ്മൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ നല്ല ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ശബ്ദം ചൂടും ആ വൈബ്രേഷനും ഒക്കെ ആയിട്ട് പുറത്തോട്ട് പോയ ആ ഒരു സാഹചര്യമില്ലേ, ആ സ്റ്റോറി, അത് ചൂടായിട്ട് ഡെസിപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഏത് തരത്തിലുള്ള ഫെയിൻഡ് ആയിട്ടുള്ള വൈബ്രേഷൻസിനെയും പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ മൈക്രോഫോൺ നിങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു റൂമിനകത്ത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ വൈബ്രേഷനുകളെയും ശബ്ദത്തെയും ഒരു സാങ്കല്പികമായ രൂപത്തിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് വരെ ആ മുറിയിൽ നടന്ന ഏതൊരു സംസാരവും അത് മെമ്മറി അല്ലാതെ മോഷൻ്റെ രൂപത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റുക എന്ത് രസമാണല്ലേ. പക്ഷേ ശബ്ദത്തിൻ്റെ പ്രത്യേകത അത് മാത്രമല്ല. പ്രപഞ്ചത്തിൻ്റെ താളം എന്ന് പറയുന്നത് വളരെയധികം സ്ട്രെയിഞ്ച് ആയൊരു കാര്യമാണ്. എല്ലാം ഫ്രീക്വൻസിയിലാണ് എന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ട്. പ്രപഞ്ചത്തിൽ പല ജോമെട്രികളും നമ്മൾ കാണാറുമുണ്ട്. ഇപ്പോൾ മിൽക്കി വേയുടെ ഷേപ്പായാലും സോളാർ സിസ്റ്റത്തിൻ്റെ ഷേപ്പായാലും ഗ്രഹങ്ങളുടെ ഷേപ്പായാലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു രൂപമുണ്ട്. ഈ രൂപവും ശബ്ദമുണ്ടാക്കുന്ന ഫ്രീക്വൻസികളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതായത് സം സോർട്ട് ഓഫ് വൈബ്രേഷൻസ് ആണ് ശബ്ദം എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ഫോമാണ് പ്രകാശം എന്ന് പറയുന്നത്. എല്ലാം എനർജിയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസാണ്. പക്ഷേ ഈ എനർജിക്ക് പദാർത്ഥത്തിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളത് ഫിസിക്സ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു വിഷയമായിരുന്നു. നമുക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ എക്സാമ്പിൾ എന്ന് പറയുന്ന പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മെറ്റൽ ഷീറ്റിൻ്റെ പുറത്ത് കുറച്ച് പൊടിയോ അല്ലെങ്കിൽ മണലോ വാരി ഇട്ടതിന് ശേഷം ഒരു വയലിൻ്റെ ബോ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തതിന് ശേഷം ഈ ഒരു മെറ്റലിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിച്ച് നോക്കുക അതിൻ്റെ എഡ്ജിൽ വെച്ച്. അപ്പോൾ ഈ പ്ലേറ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള മണൽത്തരികൾ പല രീതിയിൽ റിമൂവ് ആവുകയും ചില സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യുകയും ചില സ്ഥലത്ത് നല്ല ഹൈറ്റിൽ അക്യുമുലേറ്റ് ചെയ്യും, ചില സ്ഥലത്ത് വേവി ആയിട്ട് കിടക്കുകയൊക്കെ കാണാം. അപ്പോൾ ശബ്ദത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ ഈ ഷീറ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളായും പൂക്കളായും വെബുകളായും ഒക്കെ തന്നെ ഇത് രൂപപ്പെടുന്നത് കാണാൻ കഴിയും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഷാൻലി ഫിഗേഴ്സ്. അതായത് ഇത്തരത്തിൽ നമ്മുടെ ഫ്രീക്വൻസിയുടെ വളരെ ഫ്രോസൺ ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റുകളാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ശബ്ദം മണലിൽ വരുത്തുന്ന മാത്രമല്ല, നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്നോ ഫ്ലെയറുകളില്ലേ, ഈ സ്നോ ഫ്ലെയറുകൾ രൂപപ്പെടുന്നതും കൊടുങ്കാറ്റും സൂര്യകാന്തി പൂവിൻ്റെ വിത്തുകളുടെ വിതരണവും ഉൾപ്പെടെ നമ്മുടെ ചുറ്റുപാടും പല രീതിയിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ സവിശേഷമായ ഓർഡേഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ജോമെട്രികൾ രൂപപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സ്വാധീനം ഫ്രീക്വൻസിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് പിച്ച് മാറുന്നതിനനുസരിച്ച് പാറ്റേണുകൾ മാറുകയും അത് റീഫോം ചെയ്യുകയും ചെയ്യും. ഈ ഷാൻലി ഫിഗേഴ്സൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു പ്രതിഭാസത്തെ പൊതുവെ വിളിക്കുന്ന പേരാണ് സൈമാറ്റിക്സ്. മാറ്റർ ശബ്ദത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നും അതെങ്ങനെ ഇൻവിസിബിൾ ഷേപ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതിനുമുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. ശബ്ദം മാത്രമല്ല, ഡ്യൂണുകൾ ഉണ്ടാകുന്ന കണ്ടിട്ടില്ലേ? മരുഭൂമികളിൽ അതിശക്തമായ കാറ്റടിക്കുമ്പോൾ ക്രസൻറ്റിൻ്റെ രൂപത്തിലും പിരമിഡ്സിൻ്റെ രൂപത്തിലും കുഴികളായും മറ്റുമൊക്കെ തന്നെ പലതരത്തിൽ യൂണിവേഴ്സിൽ ഈ ഋതത്തിനനുസരിച്ച് രൂപങ്ങൾ മാറ്ററിൽ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സോ ഭൂമിയുടെ സർഫസിൽ മാത്രമല്ല, കടലിൻ്റെ അടിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാലും പലതരത്തിലുള്ള താളങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ തന്നെ ശബ്ദങ്ങളെ പിടിച്ചെടുക്കാനും സാധിക്കും. 1989 അമേരിക്കയുടെ നേവി ഹൈഡ്രോഫോണുകൾ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലും അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു പർട്ടിക്കുലർ സൗണ്ടിൻ്റെ ഹമ്മിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതായിട്ട് ശ്രദ്ധിച്ചു. ആ ഒരു ശബ്ദം ഒരു 52 ഹെർട്സിൽ വരുന്ന ഒരു നോയ്സാണ്.
നോയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുറത്ത് വിടുന്ന ശബ്ദം ചിലപ്പോൾ സൗണ്ട് എന്നും പറയാം, ചിലപ്പോൾ നോയ്സ് എന്നും പറയാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരിടത്താണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മളവിടെ നോയ്സാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതേപോലെ അമേരിക്കൻ നേവി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് ശത്രു രാജ്യങ്ങളുടെ സിഗ്നലുകളും മറ്റും പിടിച്ചെടുക്കാനുള്ള ഹൈഡ്രോഫോണുകളുടെ ഉപയോഗമായിരുന്നു. പക്ഷേ ആ സമയത്ത് കടലിനടിയിൽ 52 ഹെർട്സിലുള്ളൊരു ശബ്ദം നിരന്തരം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം ഒരു തിമിംഗലത്തിൻ്റേതാണ്. ഒരൊറ്റ തിമിംഗലത്തിൻ്റേതാണെന്ന് പറയാനുള്ള കാരണം ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ തിമിംഗലങ്ങളും മറ്റ് കടൽ ജീവികളും ശബ്ദം പുറത്തു വിടുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടാവും. കാക്കകളൊക്കെ വിളിക്കുന്ന പോലെ ഈ ഒരു പ്രത്യേക ശബ്ദം കേട്ടിട്ട് അതേ സ്പീഷീസിൽപ്പെട്ട മറ്റ് ജീവികൾ പ്രതികരിക്കുകയും അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയും ചെയ്യും. ആനകളായാലും നായ്ക്കളായാലും ഡോൾഫിനുകളായാലും ഒക്കെ തന്നെ ഇത്തരത്തിൽ പല കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളും നമ്മൾ ചുറ്റുപാടും കാണാറുണ്ട്. പക്ഷേ കുറേ വർഷം ഈ ഒരു പർട്ടിക്കുലർ 52 ഹെർട്സിൽ വരുന്നൊരു സൗണ്ട് ഒരൊറ്റ തിമിംഗലത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും അതിന് ഒരിക്കലും മറുപടി കിട്ടുന്നില്ല എന്നും ഗവേഷകർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവരാരും കണ്ടിട്ടില്ലാത്ത ഈ ഒരു ലോൺലി തിമിംഗലത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്ന് അന്ന് അമേരിക്കൻ ഗവേഷകർ പറയുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ തിമിംഗലങ്ങൾ ഉണ്ടാക്കുന്ന ഹെർട്സിലുള്ള സൗണ്ട് പരിഗണിക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ 52 ഹെർട്സ് സൗണ്ട് എന്ന് പറയുന്ന നീല തിമിംഗലങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദത്തേക്കാൾ കൂടിയതും എന്നാൽ ഫിൻവെയിലുകൾ ഉണ്ടാക്കുന്ന ശബ്ദത്തേക്കാൾ കുറഞ്ഞതുമാണ്. അതിൻ്റെ അർത്ഥം ഈ ഒരു പർട്ടിക്കുലർ തിമിംഗലം ഏകനാണ്. അതിൻ്റെ ശബ്ദം കേൾക്കാനോ പ്രതികരിക്കാനോ അതിനെ കൂട്ടുകൂടാനോ തയ്യാറാകുന്ന യാതൊരുവിധ തിമിംഗലങ്ങളും കടലിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ഇതിൻ്റെ ശബ്ദത്തെ ട്രാക്ക് ചെയ്ത് ഗവേഷകർ കുറേ നാൾ ഇതിനെ പഠിച്ചു. ഏകദേശം 10 വർഷത്തിലധികം പഠിക്കുകയുണ്ടായി. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സത്യത്തിൽ ഏകനായി ആരോരുമില്ലാതെ സുഹൃത്തിനും കൂട്ടുകാർക്കും ഇണയ്ക്കും വേണ്ടി ഒരു തിമിംഗലം ഇങ്ങനെ കടലിൽ നീന്തി നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ആ ഒരു തിമിംഗലത്തെ ഗവേഷകർ വിളിച്ച പേരാണ് 52 ഹെർട്സ് വെയിൽ. അതായത് ദ ലോൺലിയസ്റ്റ് വോയിസ് ഓൺ എർത്ത് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുക. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ശബ്ദം കേൾക്കാം. ഈ ഒരു ശബ്ദമാണ് അവരുടെ ഹൈഡ്രോഫോണിൽ ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ഡിഫറൻറ്റ് സ്പീഷീസിൽപ്പെട്ട തിമിംഗലങ്ങൾ ആക്സിഡൻ്റലി ഇണചേർന്നുണ്ടായ ഒരു ഹൈബ്രിഡ് വെർഷനാണ്. അതുകൊണ്ട് അതിൻ്റെ ശബ്ദം മറ്റ് ജീവികൾക്ക് കേൾക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻബോൺ ആയിട്ടുള്ള പ്രോബ്ലം അതിൻ്റെ ഈ ഒരു സൗണ്ട് ഫോം ചെയ്യുന്നതിലുണ്ട്. ഈ 2 ഇഷ്യൂസ് ആയിരിക്കും ചിലപ്പോൾ ആ തിമിംഗലത്തെ ഒറ്റപ്പെട്ടു പോകാനുള്ള കാരണമായത്. കൂട്ടുകാരാരുമില്ലാതെ ഇണയെ കണ്ടെത്താൻ കഴിയാതെ അതിൻ്റെ ജീവിതം ഏകാന്തമായി കടലിൽ അവസാനിക്കുകയാണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. സോ ഈ തിമിംഗലം പുറത്തുവിട്ട ശബ്ദം മറ്റു ജീവികൾ കേൾക്കുന്നില്ലെങ്കിലും ആ ശബ്ദവും യൂണിവേഴ്സലാണ്. ശബ്ദം എന്ന് പറയുന്നത് ഒരു കണക്ഷനാണ്. നമ്മൾ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ഇത്തരത്തിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. സ്പേസിലോ വഴിയെ പറയാം, എല്ലാ ശബ്ദവും ലൈഫിൽ നിന്ന് വരുന്നതല്ല. ചിലപ്പോൾ ഭൂമിക്ക് തന്നെ സ്വന്തമായ ശബ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് 1998 ഒരു കൂട്ടം ഗവേഷകർ ഭൂമിയുടെ ബാക്ക്ഗ്രൗണ്ട് വൈബ്രേഷനെക്കുറിച്ച് പഠിക്കാനുള്ളൊരു പഠനം നടത്തി. നമ്മൾ വിചാരിക്കും ഭൂകമ്പവും സുനാമിയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഭൂമി വൈബ്രേറ്റ് ചെയ്യാന്ന്. പക്ഷേ ഭൂമിക്കൊരു കോൺസ്റ്റൻ്റായ ഒരു 10 മില്ലി ഹെർട്സിലുള്ള ചെറിയൊരു മൂളൽ ശബ്ദം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഉപകരണങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേൾക്കാൻ സാധിക്കും. നമുക്ക് കേൾക്കാൻ കഴിയില്ല, പക്ഷേ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സെൻസിറ്റീവ് ഉപകരണങ്ങൾക്ക് പറ്റും. കടലിനടിയിലൊക്കെ തന്നെ വലിയ തോതിൽ തിരമാലകളും മറ്റും ഉണ്ടാകുമ്പോൾ അത് ഓഷൻ ഫ്ലോറിൽ ചെന്ന് ഇടിച്ചുകൊണ്ട് അവിടെ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ശബ്ദം രൂപപ്പെടുന്നത് എന്ന് പറയാൻ പറ്റും. സമയത്തിൻ്റെ ഒരു വേഗത കൂട്ടിക്കൊണ്ട് നമ്മൾ ഹൈ സ്പീഡിൽ ഭൂമിയുടെ സാഹചര്യത്തെ കറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കോണ്ടിനെൻറ്റുകൾ കൂട്ടിയിടിക്കുന്നതിൻ്റെ ശബ്ദം വരെ നമുക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. അങ്ങനെ 1970കളിലുള്ളൊരു പരീക്ഷണം നോക്കുമ്പോൾ ഈ ഭൂമിക്കടിയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുമാത്രം ശബ്ദം കേൾക്കാൻ പറ്റുമെന്നൊരു പരീക്ഷണം നടത്താൻ സോവിയറ്റ് ഗവേഷകർക്ക് സാധിച്ചു. സത്യത്തിൽ അവരുടെ ഉദ്ദേശം വേറെയായിരുന്നു, ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ബോർവെൽ ഉണ്ടാക്കുക. അതാണ് 1970 കോള സൂപ്പർ ഡീപ്പ് ബോർഹോൾ എന്ന് പറയുന്നത്. കോല സൂപ്പർ ഡീപ്പ് ബോർഹോളാണ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ഭൂമിക്കുള്ളിലേക്ക് കുഴിച്ച ഒരു കുഴി എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഭൂമിയുടെ ക്രസ്റ്റിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരെ താഴ്ന്നു പോവുകയും അതിൻ്റെ ഉള്ളിലുള്ള ഞരക്കങ്ങളെയും മുഴക്കങ്ങളെയും ഇവർ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പാറകൾ തെന്നി നീങ്ങുന്നതിൻ്റെയും പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നതിൻ്റെയും ഇത്രയും ആഴത്തിൽ പോലും ട്രാപ്പായി കിടക്കുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കുമൊക്കെ തന്നെ ഗവേഷകർക്ക് അന്ന് ആ റെക്കോർഡിക്കൽ സൗണ്ടിലൂടെ കേൾക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ഭൂമി വളരെയധികം ചലനാത്മകമാണ്, അത് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ തിരിച്ച് പസഫിക് സമുദ്രത്തിൽ അമേരിക്കയുടെ കീഴിലുള്ള ഹവായ് ദ്വീപുകളിലേക്ക് വന്നാൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ശബ്ദത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അതൊരു വംശനാശത്തിൻ്റെ അവസാനത്തിൻ്റെ കഥയാണ്. 1987 ഓർണിത്തോളജിസ്റ്റുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു കുവാലോ ബേർഡിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുകയുണ്ടായി. ചരിത്രത്തിൽ ഇന്ന് വരെ അവസാനമായി രേഖപ്പെടുത്തിയ ആ ഒരു സ്പീഷീസിൽപ്പെട്ട ശബ്ദമാണ് അന്നവർ രേഖപ്പെടുത്തിയത്. ആ ശബ്ദം വളരെ ക്ലിയർ ആയിരുന്നു.
ഒരാൺ കുവാലോ പക്ഷി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിൻ്റെ ഇണയെയും കൂട്ടുകാരെയും തേടി ഏകാന്തമായി വെയിറ്റ് ചെയ്തുകൊണ്ട് ദിവസങ്ങളോളം ഇങ്ങനെ ഇതുപോലെ പാട്ട് പാടിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനും മറുപടി വന്നില്ല. പല സാഹചര്യങ്ങൾ കൊണ്ടും ഹ്യൂമൻ മൈഗ്രേഷൻ കൊണ്ടും ഹവായിലുണ്ടായിരുന്ന കുവാലോ പക്ഷികളുടെ ഹാബിറ്റാറ്റുകൾ നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. മലേറിയയും മലമ്പനിയും ഒക്കെ പരത്തുന്ന പലതരത്തിലുള്ള കൊതുകുകൾ മനുഷ്യനോടൊപ്പം ഹവായ് ദ്വീപിലേക്ക് വന്നതുകൊണ്ടാണ് ഇവർക്ക് പ്രധാനമായിട്ടും ഇവരുടെ ഹാബിറ്റാറ്റ് നഷ്ടമായത് എന്നുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അവസാനത്തെ പെൺപക്ഷി മരിച്ചതിന് ശേഷം ഏകനായി മാറിയ കുവാലോ പക്ഷിയാണ് അത്തരത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ശബ്ദം പ്രണയത്തിൻ്റെയും ഏകാന്തതയുടെയും വംശനാശത്തിൻ്റെയും ഒക്കെ തന്നെ സിമ്പലായിട്ട് ഇന്നുമുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഈവൻ എക്സ്റ്റൻഷൻ ലീവ്സ് ആൻ എക്കോ, സൗണ്ട് ഔട്ട്ലൈറ്റ്സ് ഇറ്റ്സ് സോഴ്സ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദം എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനുമുള്ള വളരെ ചെറിയ ഒരു ഏരിയ മാത്രമാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പ്രകാശത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര ചെറുതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. വലിയൊരു സ്പെക്ട്രത്തിലെ വളരെ വളരെ ചെറിയൊരു പാർട്ടാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു കാര്യം കേൾക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം അവിടെ ശബ്ദമില്ല എന്നതല്ല. ഒന്നുകിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തേക്കാൾ താഴ്ന്ന ഉച്ചതയിലായിരിക്കും അതുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചെവികൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഉച്ചതയിലായിരിക്കും ശബ്ദം ഉണ്ടായിട്ടുണ്ടാവുക. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ആനകൾ, എലിഫൻറ്റുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ടിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ശബ്ദം പുറത്തു വിട്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ വവ്വാലുകൾ ഇരപിടിക്കുന്നത്, ഡോൾഫിനുകൾ ശബ്ദമുണ്ടാക്കുന്ന അൾട്രാസൗണ്ട്, ഇതെല്ലാം തന്നെ നമുക്ക് കേൾക്കാൻ കഴിയാത്ത അവരുടെ കണ്ണിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ജീവികൾ നമുക്ക് ചുറ്റുപാടുമുള്ളപ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും. പക്ഷേ ആ ജീവികൾ വളരെ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർ സൈലൻസ് ഈസ് സിംപ്ലി അവർ ലിമിറ്റ്. നമ്മുടെ നിശബ്ദത എന്ന് പറയുന്നത് നമ്മുടെ നിസ്സഹായാവസ്ഥ മാത്രമാണ്. ഭൂമിക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ? ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ ശബ്ദം അത്രത്തോളം ഇല്ല. കാരണം ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമുണ്ട്, പ്രകാശത്തിന് ആവശ്യമില്ല. സ്പേസ് മോസ്റ്റ് ഓഫ് ദ ഏരിയയും എംപ്റ്റി ആയതുകൊണ്ട് തന്നെ ശബ്ദത്തിൻ്റെ തരംഗങ്ങൾക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്താൻ പറ്റില്ല. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ പ്ലാസ്മ നിറഞ്ഞിരിക്കുന്നുണ്ട്. അത് സൂര്യൻ്റെ സർഫസിലായാലും സോളാർ സിസ്റ്റത്തിൻ്റെ അതിരുകളിലായാലും പ്ലാസ്മ കണങ്ങൾ ചാർജ്ഡ് പാർട്ടിക്കിളുകളാണ്. അത് ഇൻവിസിബിൾ വെള്ളം പോലെയാണ്. വോയേജർ 1, വോയേജർ 2 പേടകങ്ങൾ പലതരത്തിൽ ഇത്തരത്തിൽ പ്ലാസ്മയിലുള്ള റിപ്പിൾസിൻ്റെ ഒരു വൈബ്രേഷനെ പിടിച്ചെടുക്കുകയും സോളാർ സിസ്റ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ള ഇത്തരത്തിലുള്ള സൂചന നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനെ ഒരു ഓഡിയോ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോസ്മിക് വിൻഡ് പോലെയും മെറ്റാലിക് തണ്ടർ പോലെയുമാണ് മനസ്സിലാവുക. പലതരത്തിലുള്ള മനുഷ്യൻ്റെ പേടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജുപ്പിറ്ററിൻ്റെ അലർച്ചയും സാറ്റേണിൻ്റെ ക്രാക്കുകളും സൂര്യനിലുള്ള ഡീപ്പായിട്ടുള്ള സൗണ്ടുകളും ഒക്കെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഓഡിയോ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊന്നും ശബ്ദ സിഗ്നലുകളല്ല, പലതരത്തിലുള്ള വൈബ്രേഷനുകളാണ്. അതിന് കോൺസിക്യൂട്ടീവായിട്ടുള്ള ഓഡിയോ സിഗ്നലുകളായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പറഞ്ഞു വരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ ശബ്ദം എവിടെയായിരുന്നു? പ്രപഞ്ചത്തിൽ ശബ്ദം സഞ്ചരിക്കാൻ കഴിയുന്ന ആദ്യത്തെ ഘട്ടം അത് ബിഗ് ബാങ്ങിന് ശേഷമുള്ള 3,80,000 വർഷം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ആ സമയത്ത് പ്രപഞ്ചം വളരെ ഹോട്ടായിരുന്നു, വളരെ ഡെൻസായിട്ടുള്ള പ്ലാസ്മ ഉണ്ടായിരുന്നു, ആദ്യത്തെ ആറ്റം രൂപപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോഴുള്ള ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബിഗ് ബാങ്ങിന് ശേഷമുള്ള ശക്തമായ പ്രഷർ വേവുകൾ ഇതിലൂടെ സഞ്ചരിച്ച് പ്രപഞ്ചത്തിൻ്റെ ഒരു ഹമ്മിങ് ആയിട്ട് പിന്നീട് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. നമ്മൾ പറയുന്ന പ്രപഞ്ചത്തിലെ ആദ്യത്തെ ലൈറ്റായിട്ടുള്ള കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ കൂടെ ഫോസിലായിട്ട് ഇത്തരത്തിലുള്ള ശബ്ദവും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നമ്മളൊരു ടെലിവിഷൻ വയ്ക്കുന്ന സമയത്ത് പണ്ട് കാലത്തെ ദൂരദർശൻ ഡിഷിലൊക്കെ നമ്മൾ ടെലിവിഷൻ പിടിക്കുമ്പോൾ ഈ ഇല്ലാത്ത ചാനൽ വയ്ക്കുമ്പോൾ പൊരിയില്ലേ, അതിനിടയിൽ പോലും നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചെറിയ പിക്സൽസിൽ ഈ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ നോയ്സ് കാണുന്നുണ്ട്. അതും ഒരു തരത്തിലൊരു വൈബ്രേഷനാണ്, സിഗ്നലാണ്, ഒരു ഫ്ലാഷാണ്. എപ്പോഴും വൈബ്രേഷൻസ് ശബ്ദം തന്നെ ഉണ്ടാക്കണമെന്നില്ല. എനർജിയുടെ പല ഫോമുകളിലൊന്നാണ് ശബ്ദവും, പല ഫോമുകളിലൊന്നാണ് പ്രകാശവും. ചോദ്യം ഇതാണ്: എനർജിയുടെ പല ഫോമുകളാണെന്ന് പറഞ്ഞല്ലോ, ശബ്ദത്തിന് പ്രകാശമായി മാറാൻ സഞ്ചരിക്കുമോ? ലബോറട്ടറിയിൽ ഗവേഷകർ അതും ചെയ്തിട്ടുണ്ട്. അൾട്രാസൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ ഡ്രോപ്പുകളെ പലതരത്തിലുള്ള പ്രഷറൈസ്ഡ് വൈബ്രേഷനിലൂടെ കടത്തിവിടുകയും കൊളാപ്സ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും നീല നിറത്തിലുള്ള പ്രകാശത്തെ ഇത്തരം ശബ്ദ തരംഗങ്ങളടങ്ങിയ വെള്ളം പുറത്തുവിടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സോണോ ലൂമിനസെൻസ്.
വൈബ്രേഷൻ എന്ത് ചെയ്യുന്നു? വൈബ്രേഷൻ അതിശക്തമായിട്ട് വെള്ളത്തെ കംപ്രസ് ചെയ്യുകയും ആ എനർജി റിലീസാകുമ്പോൾ അത് ഗ്ലോ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രൂഫ്. എനർജി പല രീതിയിൽ പല ഭാഷയിലാണ് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അത് ശബ്ദമായിരിക്കാം, ചൂടായിരിക്കാം, പ്രകാശമായിരിക്കാം, അതെല്ലാം തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു ഗാനമാണ്. സോ ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു മമ്മിയുടെ ശബ്ദത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ശബ്ദം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ അതൊരു പേപ്പറിൽ എഴുതി വെച്ച മൺമറിഞ്ഞു പോയ ഒരു വ്യക്തിയുടെ കഥയും, അവസാനത്തെ തൻ്റെ ഇണയ്ക്ക് വേണ്ടി കരയുന്ന ഒരു കുരുവിയുടെ കഥയും, ഇണയേ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ തിമിംഗലത്തിൻ്റെ കഥയും ഉൾപ്പെടെ നമ്മൾ ബിഗ് ബാങ്ങിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിച്ചത്. പ്രപഞ്ചത്തിൽ എപ്പോഴും ഒരു ഫിംഗർ പ്രിൻ്റ് എനർജിയുടെയും വൈബ്രേഷൻ്റെയും രൂപത്തിൽ ബാക്കിയുണ്ടാവും. നമ്മളൊക്കെ ഇവിടെ ജീവിച്ച് ശബ്ദമുണ്ടാക്കി പലതരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ടാക്കി ഹീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്താലും നമ്മളിവിടെ നിന്ന് മരിച്ചു പോയാലും ഇതെല്ലാം തന്നെ ഒരു ഗോസ്റ്റ് ഓഫ് മോഷനായി നിലനിൽക്കുന്നുണ്ട്. സോ അടുത്ത തവണ വളരെ നിശബ്ദമായൊരു സ്ഥലത്തേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആലോചിക്കുക, ആ സ്ഥലം നിശബ്ദമല്ല. ഈ മഹാപ്രപഞ്ചം ഏറെക്കുറെ ശൂന്യമാണെന്ന് പറയുമ്പോഴും ഒന്നുമില്ലാത്ത സ്ഥലം നിലനിൽക്കുന്നുമില്ല. അവിടെയാണ് എല്ലാം തുടങ്ങുന്നത്. ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഒന്നും നിലനിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ നത്തിങ് ഈസ് നോട്ട് നത്തിങ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ JR ഫാക്ടേഴ്സിൻ്റെ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ ലോകത്തെ പിടിച്ചു നിർത്തുന്ന ആ വലിയ നത്തിങ്ങിനെ കുറിച്ചാണ്. ആ നത്തിങ്ങും അതുമായി ബന്ധപ്പെട്ട രസകരമായ കാര്യങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. കാത്തിരിക്കുക. എല്ലാ ആഴ്ചയും ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ബൈ.